OTP ഇല്ലാതെ എങ്ങനെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെടും? ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിന് 2.5 ലക്ഷം രൂപ അക്കൗണ്ടിൽ നിന്നും OTP പോലും കൊടുക്കാതെ നഷ്ടപ്പെട്ടു എന്നുള്ളത്. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ സെക്യൂരിറ്റി സിസ്റ്റംസ് അഡ്വാൻസ്ഡ് ആയിരിക്കുന്നു, അറ്റാക്കേഴ്സ് അതിലും വലിയ രീതിയിലാണ് അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ടെക്നോളജി എന്ന് പറയുന്നത് കോൾ മെർജിങ് എന്ന് പറഞ്ഞൊരു ടെക്നോളജിയാണ്. അതായത് ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചു നോക്കി. കാരണം എൻ്റെ സുഹൃത്ത് OTP കൊടുത്തിട്ടില്ല എന്നുള്ളത് അവന് 100% ഷുവർ ആണ്. പിന്നെ ഈ പണം എങ്ങനെ പോയി എന്നുള്ളത് നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ, അതായത് എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ ചോദിച്ചു, നീ കോൾ വന്ന സമയത്ത് നീ കൂടുതൽ അവരോട് സംസാരിച്ചിരുന്നു, എന്താണ് സംഭവിച്ചത്? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് എന്തെങ്കിലും സ്കാം എന്തെങ്കിലും ആയിരിക്കും എന്നുള്ളത് വിചാരിച്ച് അവരോട് കൂടുതൽ സംസാരിക്കുകയും അവരെ എന്തോ തെറി വിളിക്കുകയും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കോൾ മെർജിങ് ടെക്നോളജിയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ OTP നിങ്ങൾക്കറിയാം, പലപ്പോഴും മെസ്സേജായിട്ട് വരും, അല്ലെങ്കിൽ കോള് ചെയ്തിട്ട് നമുക്ക് OTP പറഞ്ഞു തരും. അങ്ങനെ പല രീതിയിലാണ് OTP വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് കോൾ ഇരിക്കുന്ന സമയത്ത് തന്നെ അറ്റാക്കറും കോൾ ചെയ്തു തരൂ. ആ സമയത്ത് അവിടെ യൂസ് ചെയ്തത് കോൾ മെർജിങ് ടെക്നോളജിയാണ്. അപ്പം ഈ കോളിൽ നിന്നിരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിന് OTP വന്നിട്ടുണ്ടാവും. അത് ചിലപ്പം ബൈ കോൾ ആയിരിക്കും, അല്ലെങ്കിൽ ബൈ മെസ്സേജ് ആയിരിക്കും. അത് അറ്റാക്കർ അവരുടെ ഡിവൈസ് വെച്ചിട്ട് ആ മെർജിങ് ടെക്നോളജിയിലൂടെ തന്നെ അത് എടുത്തതാണ്. അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഫ്രണ്ട് അതിലൊരു മെർജ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പം 3 പേര് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ 3 പേരുടെ ഉള്ളിലും എന്ത് നടക്കും, സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ കേൾക്കാൻ കഴിയും. ആ ടെക്നോളജി തന്നെയാണ് ഇവിടെ ഇത് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ യൂട്യൂബിൽ കണ്ടിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിന് എങ്ങനെയാണ് ക്യാഷ് നഷ്ടപ്പെട്ടത് എന്നുള്ളത് ഞാനും അത് കൊടുക്കുക. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ എന്താ ചെയ്യാൻ, മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി ഇൻ കേസ് അങ്ങനത്തെ സ്പാം കോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ എടുക്കാതിരിക്കുക. 2, ഇൻ കേസ് അഥവാ എടുത്താലും സ്പാം ആണ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായി സ്പോട്ടിൽ കോൾ കട്ട് ചെയ്യുക. അധികം ടൈം നമ്മൾ ആ കോളിൽ സ്പെൻഡ് ചെയ്യാതിരിക്കുക, അവരെ തെറി വിളിക്കാതിരിക്കുക, അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഏതായാലും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും. ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഒന്ന് കയറി കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളും മനസ്സിലാവും. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മളെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.